ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 51 സീറ്റിലേക്കും ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നാൽ സിറ്റിംഗ് എംപിയായ മേനകാ ഗാന്ധിയുടെയും മകൻ വരുൺ ഗാന്ധിയുടെയും പേരുകൾ എവിടെയും ഇടം നേടിയില്ല. അവസരത്തിനൊത്ത് പ്രതിപക്ഷം കരുക്കൾ നീക്കിയതോടെ ഇരുവരുടെയും രാഷ്ട്രീയ ഭാവിയിൽ അനിശ്ചിതത്വം ഏറിയിരിക്കുകയാണ്. നിലവിൽ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലെയും പിലീഭിത്തിലെയും എംപിമാരാണ് മേനകയും വരുണും. ഈ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ 24 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. സുൽത്താൻപൂരിൽ കഴിഞ്ഞ 8 തവണ തുടർച്ചയായി മേനക വിജയക്കൊടി പാറിച്ചു. അതിനാൽ തന്നെ മേനകയ്ക്ക് 9ാം തവണയും അവസരം ലഭിക്കുമെന്നാണ് സൂചന. അതേസമയം വരുൺ ഗാന്ധിയെ തഴഞ്ഞേക്കുമെന്നാണ് ബി.ജെ.പിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഒരു കാലത്ത് ബി.ജെ.പിയുടെ യുവ നേതാക്കളിൽ പ്രധാനിയായിരുന്നു വരുൺ ഗാന്ധി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നിരന്തരം വിമർശനമുയർത്തിയതോടെയാണ് വരുൺ ബി.ജെ.പിയുടെ കണ്ണിലെ കരടാകുന്നത്. ലംഘിപൂരിലെ കർഷക കൂട്ടക്കൊലയെ വരുൺ പരസ്യമായി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും വരുണിനെയും മേനകയും ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ 5 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ബി.ജെ.പിക്കോ അനുകൂലമായി വരുൺ ഗാന്ധി പാർലമെന്റിലോ പുറത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം യു.പിയിലെ യോഗി സർക്കാരിനെ നിശിതമായി വിമർശിച്ച് പ്രതിപക്ഷത്തിന്റെ കയ്യടിയും നേടി. വരുണിന് പകരം യു.പി. മന്ത്രിയും പിലീഭിത്തിലെ എം.എൽ.എയുമായ ജിതിൻ പ്രസാദിനെ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ ആലോചന. ബി.ജെ.പി. ഇനി സ്ഥാനാർത്ഥിയാക്കാൻ ഇടയില്ലെന്ന് കണ്ട് മണ്ഡലത്തിൽ സ്വന്തമായി ബി ഗ്രേഡ് ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ് വരുൺ. സീറ്റ് നിഷേധിച്ചാൽ വരുൺ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കി സമാജ്വാദി പാർട്ടി അരുണുമായി സഹകരിക്കുമെന്നാണ് വിവരം. പിലീഭിത്തിൽ സമാജ്വാദി പാർട്ടിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ബി.ജെ.പിയുടെ നീക്കത്തിനനുസരിച്ചാകും പിലീഭിത്തിൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അമേഠി മണ്ഡലത്തിലും വരുണിന്റെ പേര് ഇന്ത്യ സഖ്യം പരിഗണിക്കുന്നുണ്ട്. വരുൺ അമേഠിയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പിന്തുണച്ചേക്കും. വരുണിനെ എസ്.പി. ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നതിൽ തന്റെ പാർട്ടി വിമുഖത കാണിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരുന്നു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇതുവരെ 267 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പല പ്രധാന സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്ന് അവകാശപ്പെടുന്നവർ വയനാട്, കൊല്ലം, എറണാകുളം, ആലത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിക്കുകയാണ്. ഒരു വശത്ത് മിഷൻ സൗത്ത് എന്ന പേരിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരെ അണിനിരത്തി റാലികൾ നടത്തി ദക്ഷിണേന്ത്യയിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം മറുവശത്ത് ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞങ്ങ് നീളുന്ന വിരോധാഭാസമാണ് ബി.ജെ.പിയിൽ നടക്കുന്നത്. ഏപ്രിൽ 19-ന് 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും 40 സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കുഴയുകയാണ് ബി.ജെ.പി.